ഇപ്പോൾ ഈ ലൈറ്റിൻ്റെ വെളിച്ചം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഏകദേശം ഐഡിയ ആയിട്ട് കാണും. ഇതിപ്പോൾ ഞാനൊരു ഒന്നാമത്തെ നിലയിൽ നിന്നാണ് ഈ ലൈറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സിമ്പിൾ ലൈറ്റല്ല, ഇതിലൊക്കെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ബേസിക്കലി ഇതൊരു 100 വാട്ടിൻ്റെ ലൈറ്റാണ്. ഇതിൽ 8000 mAh ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നമുക്കൊരു പവർ ബാങ്ക് ആയിട്ട് ഉപയോഗിക്കാം. ഈ ലൈറ്റിന് IP65 റേറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ മഴയത്ത് ചാർജ് ചെയ്തെന്ന് പറഞ്ഞിട്ട് വേറെ പ്രശ്നമൊന്നും വരേണ്ട കാര്യമില്ല. ഇതിൽ സോളാർ വെച്ചിട്ടും നമുക്കല്ലാതെ USB കണക്ട് ചെയ്തും ചാർജ് ചെയ്യാം. ഇതിലെ മാഗ്നറ്റ് വെച്ചിട്ട് നമുക്ക് മെറ്റൽ ഫ്രെയിമുകളിൽ ഈസി ആയിട്ട് ഇതിനെ മൗണ്ട് ചെയ്യാം. ഈസി ആയിട്ട് നമുക്ക് ലൈറ്റിൻ്റെ ഡയറക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ നമുക്ക് അതിൻ്റെ സൈഡിലുള്ള ഒരു സ്റ്റാൻഡ് വെച്ചിട്ടും ഈ ലൈറ്റിൻ്റെ പൊസിഷൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സൈഡിൽ വരുന്ന 2 സ്ക്രൂസ് ഉണ്ട്, അത് ലൂസ് ചെയ്തിട്ട് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ലൈറ്റിന് 2 ചാർജിങ് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന്, നമുക്ക് സോളാർ പാനൽ ഉപയോഗിച്ച് ചാർജ് ചെയ്യാം. 2, ഇതിൽ USB പോർട്ട് ഉപയോഗിച്ചും ചാർജ് ചെയ്യാൻ പറ്റും. USB പോർട്ട് ഈ ഒരു സ്ലീവിൻ്റെ അടിയിലാണ് ഇരിക്കുന്നത്. വാട്ടർ പ്രൂഫിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സ്ലീവ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഔട്ട്പുട്ട് പോർട്ടും ഉണ്ട്, ഇൻപുട്ട് പോർട്ടും ഉണ്ട്. നമുക്കൊരു USB വഴി ഔട്ട്പുട്ട് എടുക്കാം. അതുകൂടാതെ LED ലൈറ്റ് ഇൻഡിക്കേഷൻസും പിന്നെ പവർ ഓൺ ഓഫ് ബട്ടണും കാണാം. ഇത് അത്യാവശ്യം നല്ല ബ്രൈറ്റാണ്. തുടക്കത്തിൽ നിങ്ങൾ കണ്ടു കാണും അതിൻ്റെ വെട്ടം. ഇതിൽ പല മോഡ്സ് ഉണ്ട് ലൈറ്റുകൾ. അപ്പോൾ ഇതിൽ ഓരോരോ മോഡലായിട്ടാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അതിൻ്റെ സൈഡിൽ കാണിച്ചിട്ടുണ്ട് ഏതൊക്കെ മോഡലാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഇതിൻ്റെ ലാസ്റ്റ് മോഡാണ് ഈ റെഡ് ആൻഡ് ബ്ലൂ ഫ്ലാഷിംഗ് മോഡ്. അത് കഴിഞ്ഞാൽ ഇത് ഓഫ് ആവുകയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ബ്രൈറ്റ്നസ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പവർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മുകളിലുള്ള ഈ ഹാൻഡിൽ തന്നെ അഡീഷണൽ ആയിട്ടൊരു ഹുക്ക് കൂടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എവിടെയെങ്കിലും തൂക്കിയിടണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് തൂക്കിയിടാൻ പറ്റും. കൂടാതെ ഇത് നമുക്ക് പിടിച്ചുകൊണ്ട് പോകാനും ആ ഒരു രീതിയിൽ ഇതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. 2 ഡയറക്ഷനിലേക്കും ഈ ഹാൻഡിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഈ ലൈറ്റ് വന്നിരിക്കുന്ന പാക്കേജും ഇതിൻ്റെ കൂടെ എന്തൊക്കെ സാധനങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതേപോലൊരു പാക്കേജിനകത്താണ് നമുക്ക് ഈ ലൈറ്റ് കിട്ടുന്നത്. ഇതിനകത്ത് ചാർജിങ്ങിനായിട്ടുള്ളൊരു ടൈപ്പ് സി USB കേബിളും അതുകൂടാതെ ഇവരുടെ ഒരു നോട്ടീസും പിന്നെ ഏത് ആമസോണിൽ നിന്നാണോ ഫ്ലിപ്കാർട്ടിൽ നിന്നാണോ വാങ്ങിച്ചതെന്നനുസരിച്ച് ഒരു കാർഡും എൻ്റെ ബില്ലും ഡാമേജ് ഒന്നും വരാതിരിക്കാനായിട്ട് ബബിൾ റാപ്പിൽ കവർ ചെയ്ത ലൈറ്റും. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് 4 സെഗ്മെൻറ്റിൽ തിരിച്ചിരിക്കുന്ന ഇതിൻ്റെ LED ലൈറ്റ്സുകൾ കാണാൻ പറ്റും. ഇതിലുപയോഗിച്ചിരിക്കുന്നത് മോണോസെൽസ് ആണ്. അത് അതിൻ്റെ ബാക്കിലെ സോളാർ പാനൽ കാണുമ്പോൾ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ സൈഡിലായിട്ട് 2 മാഗ്നറ്റും കൊടുത്തിട്ടുണ്ട്. ഈ മാഗ്നറ്റാണ് മെറ്റൽ ഫ്രെയിമുകളിൽ ഹോൾഡ് ചെയ്യാൻ സഹായിക്കുന്നത്. ഇതിലുപയോഗിച്ചിരിക്കുന്നത് 8000 mAh 3.7 വോൾട്ട് ലിഥിയം അയൺ NMC കെമിസ്ട്രി ബാറ്ററികളാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഈ പവർ ബാങ്ക് വെച്ചിട്ടൊന്ന് ചാർജ് നോക്കാം. ഇതിൻ്റെ ചാർജിങ് ലെവൽ നമുക്കിവിടെ സൈഡിൽ ആ LED ലൈറ്റ് വഴി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അത്യാവശ്യം ഇത് ഫുള്ളി ചാർജ്ഡ് ആണ്. ഇനി നമുക്ക് ഈ യൂസ് ചെയ്തിരിക്കുന്ന പവർ ബാങ്കിനെ ഇതിൻ്റെ ഔട്ട്പുട്ട് പോർട്ട് വഴി ചാർജ് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമുക്ക് ജസ്റ്റ് ആ USB കേബിൾ തന്നെ ഉപയോഗിക്കാം. ആ USB കേബിൾ എടുത്തിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് പോർട്ടിൽ കണക്ട് ചെയ്യുക. തിരിച്ച് ഇതിൻ്റെ USB ഇൻപുട്ടിലേക്കും കൊടുക്കുക. ഇപ്പോൾ പവർ ബാങ്ക് ഇതിന് ചാർജ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലൊരു മൾട്ടിപർപ്പസ് ഡിവൈസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇതുപോലൊരെണ്ണം വാങ്ങി വയ്ക്കുന്നത് നല്ലതാണ്. നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റും. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക്സ്.